നമസ്കാരം, ഫ്രൂട്ട് റൂട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരുവിൻ്റെ മസാല ദോശയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനാണെങ്കിൽ 1 കപ്പ് റേഷൻ റൈസ് എടുത്തിട്ടുണ്ട്, റേഷൻ കട കിട്ടിയ റൈസ്. പിന്നെ ഒരു 1/4 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് സോയാബീൻ പയർ, ഒരു ടീസ്പൂൺ ഉലുവ. നമുക്ക് കുതിർത്തരച്ചെടുക്കാം. വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചക്കക്കുരു ഒരു 7 എണ്ണം പുഴുങ്ങി അരയ്ക്കാം. ഇത് ഞാനാണെങ്കിൽ ചക്കക്കുരു 7 എണ്ണം വറുത്ത് ഉണങ്ങി പൊടിച്ചെടുത്ത പൊടിയാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ചക്കക്കുരു ഇല്ല, അതിന് പകരം പൊടിയാണുള്ളത്. അപ്പോൾ ഞാൻ ഈ പൊടി ചേർത്ത് അരച്ചെടുത്തിട്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. നമ്മുടെ ചക്കക്കുരു മസാല ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിൽ ഞാനാണെങ്കിൽ ഇത് അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ പൊടി ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നേ പൊടിയും കൂടെ കലക്കി ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. നല്ല ചക്കക്കുരു അല്ലാതെ നമുക്ക്, ഞാൻ നേരത്തെ ചക്കക്കുരുവും ചക്കയൊക്കെ ഉണങ്ങുന്ന വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണ് ഉണങ്ങുന്നതെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പുഴുങ്ങി പൊടിച്ചെടുത്താലും മതി. നെയ്യോ എണ്ണയോ ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ദോശയ്ക്ക് വേണ്ട ഫില്ലിങ് ഞാനാണെങ്കിൽ ചിക്കൻ വേവിച്ചുടച്ചത്, ബാക്കി പൊട്ടറ്റോയും വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തതാണ്. ചിക്കനാണ് ഫില്ലിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ചക്കക്കുരു ചിക്കൻ മസാല ദോശയാണ്. നമ്മുടെ ചക്കക്കുരു ചിക്കൻ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരു ഉണങ്ങി പൊടിക്കുന്നത് ഞാൻ ഫ്രൂട്ട് റൂട്ടിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പുഴുങ്ങി നമുക്ക് ഇതിൻ്റെ കൂടെ മാവിൻ്റെ കൂടെ അരയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.